നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 27, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്ററായി വന്നതിനെ തുടർന്ന് US മാർക്കറ്റുകൾക്കും യൂറോപ്യൻ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. വെള്ളിയാഴ്ച 6 ദിവസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 621.51 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 173.13 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,900, 26,000 എന്ന ലെവലുകൾ അതിശക്തമായി മറികടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവലുകളിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെ 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബുള്ളിഷ്നെസ് കൈവരിക്കുവാൻ വീണ്ടും സാധിക്കുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ടായതിനാൽ തന്നെ 25,500 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം ബാക്കി എല്ലാ ADR സ്റ്റോക്സുകൾക്കും നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതേസമയം ചൈനീസ് പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസിന്റെ ഭാഗത്ത് നിന്നും പുതിയ സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. അതായത് 100% താരിഫ് ഒഴിവാക്കുന്നതിനും അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും ഒരു പ്രധാന വ്യാപാര ചട്ടക്കൂട് വാഷിംഗ്ടണും ബീജിംഗും തമ്മിൽ സമ്മതിക്കുക ഉണ്ടായെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ബെയറിഷ് ആയിട്ട് 0.66 എന്ന നിലയിലും മാക്സ് പെയിൻ 25,800 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. പ്രഷർ നിലനിൽക്കുമ്പോഴും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിലുള്ള കുറവിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാൻ സാധിക്കുക. വെള്ളിയാഴ്ച ഇടിവ് നേരിട്ടെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSI ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും 67.92 എന്ന നിലയിലായിട്ട് നിലകൊള്ളുവാനും സാധിച്ചു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCRും വെള്ളിയാഴ്ചയുണ്ടായ ഫോളിനെ തുടർന്ന് 0.84 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 57,400 എന്ന ലെവലിലേക്കും. ബാങ്ക് നിഫ്റ്റിക്ക് വെള്ളിയാഴ്ച ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനായില്ല. തുടർന്നുണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയെ പോലെ തന്നെ പ്രഷർ നിലനിൽക്കുമ്പോഴും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിലുള്ള കുറവിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 68.69 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NTPC ഗ്രീൻ എനർജി
ഈ വരുന്ന ബുധനാഴ്ച 29 ഒക്ടോബർ 2025 കമ്പനിയുടെ Q2 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. SBI ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ തട്ടിപ്പ് തടയുന്നതിനായി ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് കോർപ്പറേഷൻ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. HUL യുവ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ജനപ്രിയ ബ്രാൻഡുകൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. മാത്രവുമല്ല, ഓൺലൈൻ ബ്രാൻഡുകളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന മത്സരത്തെ ചെറുക്കുക എന്ന ഒരു ലക്ഷ്യവും കൂടി ഈ തന്ത്രത്തിന്റെ പിന്നിലുണ്ട്. ഓല ഇലക്ട്രിക് 1500 കോടി രൂപ വരെയുള്ള ധനസമാഹരണത്തിന് ബോർഡ് അനുമതി നൽകുകയുണ്ടായി. ഭാരത് രസായനം സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർ നൽകുവാനായിട്ടുള്ള അനുമതിയും കൂടാതെ 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിനുള്ള അനുമതിയും കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് Q2 earnings ഇയർ ഓൺ ഇയറിൽ 2.7% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. സുപ്രീം പെട്രോച്ചം പ്രോഫിറ്റിൽ 46.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 26.9% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബെറ്ററായിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയെ തുടർന്ന് S&P 500ഉം നാസ്ഡാക്കും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 261 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5% നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 2% നേട്ടത്തോടുകൂടിയും വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ചയോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം ഗോൾഡിന് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.